നമുക്കിനി കോന്നിയിലേക്ക് പോകണം. അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നോട്ടീസ് പതിപ്പിച്ചതിൽ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിന് ഇപ്പോൾ മെമ്മോ നൽകിയിരിക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. രോഗികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അനധികൃതമായി നോട്ടീസ് പതിച്ചതിനാണ് നടപടി. അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചാണ് നോട്ടീസ് എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എ ഷാജി വ്യക്തമാക്കുന്നു. ആവശ്യത്തിന് ജീവനക്കാർ ഉണ്ടെന്നും ഉപകരണങ്ങളുടെ ദൗർലഭ്യമില്ലെന്നുമാണ് സൂപ്രണ്ട് പറയുന്നത്. പുള്ളി ഇതിനകത്ത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത. ഈ അപര്യാപ്തത ഇല്ലാഞ്ഞിട്ടാണോ ഈ കഴിഞ്ഞ വർഷങ്ങൾ 2500ഓളം ഓപ്പറേഷൻ മൈനറും മേജറും ആയിട്ടുള്ള ഓപ്പറേഷനുകൾ നടത്തി. പിന്നെ ഈ പുള്ളി പറയുമ്പോൾ നമ്മൾ സാറ് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ HDS വഴി വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത്ര സ്റ്റാഫ് ഇല്ലെന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ, സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്രൊഫസർ 1, അസോസിയേറ്റ് 2, അസിസ്റ്റന്റ് പ്രൊഫസർ 1, പിന്നെ SR-മാർ 3, ഇതുള്ള 10ഓളം ആൾക്കാരാണ് ഉള്ളത്. പുള്ളിക്കെതിരെ ഇപ്പോൾ ഒരു മെമ്മോ തയ്യാറാക്കിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് മറുപടി പറയണം. ഏത് സാഹചര്യത്തിലാണ് നിങ്ങളിങ്ങനെ ഒരു സമ്മതപത്രം രോഗികളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയതെന്ന്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. എന്തിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് പതിപ്പിച്ചത്? ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ അത് വസ്തുതാപരമാണോ? അത് രണ്ടുമാണ് അറിയേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസമാണ് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ ഒരു നോട്ടീസ് പതിച്ചത്. അത് രോഗികളുടെയും അവിടെയുള്ള ജീവനക്കാരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൽ 8ലധികം കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരുന്നത്. പ്രധാനമായും രോഗികൾ അവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ സമ്മതപത്രം എഴുതി നൽകേണ്ടതുണ്ട്. അതെല്ലാ ആശുപത്രികളിലും ഉള്ളതാണ്. പക്ഷേ ഈ സമ്മതപത്രം എന്നുള്ളത്, അതായത് ആ നോട്ടീസിൽ പതിപ്പിച്ചിരിക്കുന്നത് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. രോഗിക്ക് ജീവഹാനി സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഡോക്ടർമാരല്ല, അത് നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ആ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന രീതിയിലുള്ള വാചകങ്ങളൊക്കെയായിരുന്നു ആ നോട്ടീസിൽ പതിപ്പിച്ചിരുന്നത്. ഇത് ഏതായാലും ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇപ്പോൾ അവിടെ ശസ്ത്രക്രിയാ വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർക്കെതിരെ ഒരു മെമ്മോ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് തന്നെ വ്യക്തമായത്. പക്ഷേ ഇതാരാണ് പതിപ്പിച്ചത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ ശസ്ത്രക്രിയാ വിഭാഗം മേധാവിക്കെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഒരു മെമ്മോ നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി അതിനുള്ള വിശദീകരണവും നൽകേണ്ടി വരും. വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകുന്നത്.